ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. പൾസുകൾ, സിഗ്നലുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവന്റുകൾ പോലെയുള്ള എക്സ്റ്റേണൽ ഒക്യുറൻസിനെ കൃത്യമായി ടാലി ചെയ്യാൻ മൈക്രോ കൺട്രോളറുകളിലോ മറ്റ് ഇലക്ട്രോണിക് സിസ്റ്റങ്ങളിലോ ടൈമർ മൊഡ്യൂളുകൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഈ വീഡിയോയിൽ അന്വേഷിക്കുന്നത്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: ബാഹ്യ ഇവന്റുകൾ എണ്ണാൻ ഒരു ഈവന്റ് കൗണ്ടറായി ടൈമർ ഉപയോഗിക്കുന്നതിന് പ്രോഗ്രാം എൻ്റർ ചെയ്യുക. പോർട്ട് 2 വഴി റിസൾട്ട് ചെക്ക് ചെയ്ത് ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. ടൈമേഴ്സിനും കൗണ്ടറിനും ഒരു ഇൻട്രൊഡക്ഷൻ. 8051-ന് 2 ടൈമറുകൾ കൗണ്ടറുകൾ ഉണ്ട്: ടൈമർ ഓർ കൗണ്ടർ 0, ടൈമർ ഓർ കൗണ്ടർ 1. ടൈം ഡിലേ ജനറേറ്ററായി ടൈമർ ഉപയോഗിക്കുന്നു. 8051-ന്റെ ഇന്റേണൽ ക്രിസ്റ്റൽ ഫ്രീക്വൻസിയാണ് ക്ലോക്ക് സോഴ്സ്. 8051 ടൈമറുകളുടെ ഇൻപുട്ടായി ക്രിസ്റ്റൽ ഫ്രീക്വൻസിയുടെ 1/12 ഉപയോഗിക്കുന്നു. പ്രോഗ്രാം റൈറ്റിംഗിന് മുൻപ് പോർട്ടുകളുടെ പിന്നുകളും നമുക്ക് കാണാം. 8051 മൈക്രോ കൺട്രോളിന് P0, P1, P2, P3 എന്നിങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്ന 4 പാരലൽ 1/O പോർട്ടുകൾ ഉണ്ട്. ഓരോ പോർട്ടിനും 8 ബീറ്റ് വിഡ്ത്ത് ഉണ്ട്. ഇതിനാകെ 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ഉണ്ട്. P0 പോർട്ട് 0 പിൻ 32 മുതൽ പിൻ 39 വരെ. P1 പോർട്ട് 1 പിൻ 1 മുതൽ 8 വരെ. P2 ഓർ പോർട്ട് 2 പിൻസ് 21 to 28. P3 ഓർ പോർട്ട് 3 പിൻ 10 to 17. രജിസ്റ്ററുകളിലെ ഇവന്റുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ കൗണ്ടർ ഉപയോഗിക്കുന്നു. ഇതിന് TX ഇൻപുട്ട് പിന്നിൽ TX ഇൻപുട്ട് പിൻ X = 0 ഓർ 1 നിന്ന് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഉണ്ട്. T0 അല്ലെങ്കിൽ T1 സൂചിപ്പിക്കാൻ നമ്മൾ TX ഉപയോഗിക്കുന്നു. കൗണ്ടർ 0-നുള്ള T0 ഇൻപുട്ട് പിൻ P34-ൽ നിന്നുള്ള എക്സ്റ്റേണൽ ഇൻപുട്ട്. കൗണ്ടർ 1-നുള്ള T1 ഇൻപുട്ട് പിൻ P35-ൽ നിന്നുള്ള എക്സ്റ്റേണൽ ഇൻപുട്ട്. അടുത്തതായി എക്സ്റ്റേണൽ ഇവന്റ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ഈവന്റ് കൗണ്ടറായി ടൈമർ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും ഏതൊക്കെയെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ടൂളുകളും എക്യുപ്മെന്റും ആവശ്യമാണ്: PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് 1 നമ്പർ, മൈക്രോ കൺട്രോളർ കിറ്റ് 1 നമ്പർ, USB കേബിൾ 1 നമ്പർ, FRC കേബിൾ 2 നമ്പർ, ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ, പിന്നെ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ. എക്സ്റ്റേണൽ ഇവന്റ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ഈവന്റ് കൗണ്ടറായി ടൈമർ ഉപയോഗിക്കുന്നതിനുള്ള പ്രൊസീജിയർ നോക്കാം. ഇതിൽ 3 സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു. സ്റ്റെപ്പ് 1: കെയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 8051 മൈക്രോ കൺട്രോളറിനായുള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2: ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺവേർട്ടഡ് ഫയൽ മൈക്രോ കൺട്രോളർ IC-യിലേക്ക് ബേൺ ചെയ്യുക. സ്റ്റെപ്പ് 3: ഹാർഡ്വെയർ പാർട്സ് കണക്ട് ചെയ്ത് സർക്യൂട്ട് അസംബിൾ ചെയ്യുക, ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യും. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് പുതിയ മൈക്രോവിഷൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് അനുസരിച്ച് ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ അതിനെ ടൈമർ ആസ് എ കൗണ്ടർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രൊസീഡ് ചെയ്യാൻ സേവ് ക്ലിക്ക് ചെയ്യുക. മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാൻ ഒരു ടാബ് പോപ്പപ്പ് ദൃശ്യമാകുന്നു. ഇവിടെ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നു. അതിനാൽ ഡാറ്റാബേസിൽ നിന്ന് AT89C51 സെലക്ട് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. പ്രൊജക്ട് ഫോൾഡറിലേക്ക് startup.A51 ആഡ് ചെയ്യാൻ നോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിന്റെ ഇടതുവശത്ത് പ്രോജക്റ്റ് എന്ന ടാബ് ദൃശ്യമാകുന്നു. ടാർഗറ്റ് 1-ന് സമീപമുള്ള പ്ലസ് അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സോഴ്സ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. സോഴ്സ് ഗ്രൂപ്പ് 1-ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ന്യൂ ഐറ്റം ആഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുന്നതിനാൽ .sm ഫയൽ സെലക്ട് ചെയ്യുക. ഫയലിന് ഇവിടെ പേര് നൽകുക. ടൈമർ ആസ് എ കൗണ്ടർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. സോഴ്സ് ഗ്രൂപ്പ് 1-ലേക്ക് ചേർക്കുന്നതിന് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത .sm ഫയലിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ ആരംഭിക്കുക. org 00h
Set origin to address 00H for starting the program memory. MOV TMOD, #60H. Set timer 1 mode to mode 1 auto reload. MOV TH1, #00H. Initialize timer 1 high byte to 00H. MOV TL1, #00H. Initialize timer 1 low byte to 00H. Set B P3.5, പോർട്ട് 3ന്റെ ബിറ്റ് 5 ആം പിൻ ഇൻപുട്ട് പോർട്ടായും പിൻ ഇൻപുട്ട് ക്ലോക്ക് പൾസായും സജ്ജീകരിക്കുക. L1: set B TR1. Create label L1 and set the bit of timer 1. L2: MOVA, TL1. ടൈമർ 1 സെറ്റ് ചെയ്ത ശേഷം മറ്റൊരു ലേബൽ L2 ക്രിയേറ്റ് ചെയ്യുക. ടൈമർ 1 ലോ ബൈറ്റിന്റെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുക. MOV P2, A. Move accumulator A value to port P2. ഇൻപുട്ട് പോർട്ട് മുഖേന ഒരു ബാഹ്യ പൾസ് ഉള്ളപ്പോൾ വാല്യൂ പോർട്ട് 2 ഇൻ ദ ഫോം ഓഫ് LED ഡിസ്പ്ലേ ചെയ്യും. JNB TF1, L2. Jump to L2 label of timer 1 overflow flag not set. CLR TR1. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷം ടൈമർ 1 റൺ കൺട്രോൾ ബിറ്റ് മായ്ക്കുക. CLR TF1. CLR എന്നാൽ ക്ലിയറിംഗ് ടൈമർ 1 ഓവർഫ്ലോ ഫ്ലാഗ്. TF1. SJMP L1. SJMP means short jump to label L1. Loop back to start of the program. END. പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് END എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ടാർഗറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ഫോർ ദ ടാർഗറ്റ് 1 സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി 11.052 MHz ആയി ചേഞ്ച് ചെയ്യുക. ബോക്സ് ഓഫ് ദ യൂസ് ഓൺ ചിപ്പ് റോം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെനുവിലേക്ക് പോയി ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ടബിളിന്റെ പേരിൽ ഹെക്സ് ഫയൽ നെയിം എൻ്റർ ചെയ്യുക. ഇവിടെ ഇത് ടൈമർ ആസ് എ കൗണ്ടർ ആണ്. ക്രിയേറ്റ് ഹെക്സ് ഫയലിന്റെ ബോക്സ് സെലക്ട് ചെയ്ത് തുടരുന്നതിന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് വിവർത്തനം തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും പിശകുകളോ മുന്നറിയിപ്പുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇത് പിശകുകളുടെയും മുന്നറിയിപ്പുകളുടെയും എണ്ണം കാണിക്കും. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്ത് എന്തെങ്കിലും എററുകളോ വാണിങ്ങുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇത് എററുകളുടെയും വാണിങ്ങുകളുടെയും നമ്പർ കാണിക്കും. ടൈമർ ആസ് എ കൗണ്ടർ, 0 എറേഴ്സ്, 0 വാർണിംഗ്സ്. സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത ശേഷം മൈക്രോ കൺട്രോളർ കിറ്റ് ടേൺ ഓൺ ചെയ്യുക. ഇപ്പോൾ USB കേബിൾ ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ കിറ്റിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. കേബിളിന്റെ ഒരറ്റം ലാപ്ടോപ്പിലേക്കും മറ്റേ അറ്റം മൈക്രോ കൺട്രോളർ കിറ്റിലേക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ കീബോർഡിലെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കോഡ് ബേൺ ചെയ്യാൻ ഫ്ലാഷ് മാജിക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 1ൽ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുക. മൈക്രോ കൺട്രോളർ സ്പെസിഫിക്കേഷന്റെ കിറ്റുകൾ തോറും വ്യത്യാസപ്പെടാം. ഇവിടെ നമ്മൾ 89B51 RD2 ഉപയോഗിക്കുന്നു. ഇപ്പോൾ കോം പോർട്ട് സെലക്ട് ചെയ്യുന്നതിന് വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. പോർട്ടുകളിലേക്ക് കോം ആൻഡ് LPT നാവിഗേറ്റ് ചെയ്ത് പോർട്ട് നമ്പർ പരിശോധിക്കുക. ഇവിടെ അത് COM19 ആണ്. ഇപ്പോൾ ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്യുക. കോം പോർട്ട് COM19 ആയി സെലക്ട് ചെയ്യുക. ഇത് കിറ്റുകൾ തോറും വ്യത്യാസപ്പെടും. ബൗണ്ട് നിരക്ക് 9600 ആയും ഇന്റർഫേസ് നൺ ആയും സെലക്ട് ചെയ്യുക. കിറ്റിൽ മുമ്പ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും എറേസ് ചെയ്യുന്നതിന് എല്ലാ ഫ്ലാഷുകളും എറേസ് ചെയ്യുക എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 3 ഫോംവെയറിലേക്ക് പോയി സൃഷ്ടിച്ച ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് ഹെക്സ് ഫയൽ സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5ലേക്ക് നാവിഗേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. കിറ്റിലേക്ക് പ്രോഗ്രാം ഡംപ് ചെയ്യാൻ മൈക്രോ കൺട്രോളർ കിറ്റിലെ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സ്റ്റേണൽ പുഷ് ബട്ടൺ കണ്ടെത്തി മൈക്രോ കൺട്രോളർ കിറ്റിൽ ICയുടെ പിൻ നമ്പർ കാണുക. ഇവിടെ ഇത് മൈക്രോ കൺട്രോളർ കിറ്റിന്റെ പിൻ 15ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് പോർട്ട് 3, 5ാം പിൻ, അതായത് ടൈമർ 1. പ്രോഗ്രാം അനുസരിച്ച് പോർട്ടുകൾ കണക്ട് ചെയ്യുക. കിറ്റിലെ പോർട്ടുകൾ, LED എന്നിവ കണ്ടെത്തുക. പോർട്ടുകൾ കണക്ട് ചെയ്യുന്നതിന് FRC കേബിളുകൾ ഫീമെയിൽ മുതൽ ഫീമെയിൽ വരെ ഉപയോഗിക്കുക. ഇവിടെ പോർട്ട് 2 LEDയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു.
ഇപ്പോൾ പ്രോഗ്രാം ബേൺ ചെയ്യാൻ വീണ്ടും റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്റ്റേണൽ സ്വിച്ചിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. സ്വിച്ച് പ്രസ് ചെയ്ത് എക്സ്റ്റേണൽ ക്ലോക്ക് പൾസുകൾ നൽകുക. ഒരിക്കൽ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനാകുന്നതുപോലെ LED-കൾ ക്ലോക്കിന്റെ കൗണ്ട് സൂചിപ്പിക്കുന്ന 00000001 സ്റ്റേറ്റിലായിരിക്കും. എക്സ്റ്റേണൽ ക്ലോക്ക് പൾസുകൾ നൽകി തുടരുക. LED സ്റ്റേറ്റിലെ മാറ്റം കാണുക. ക്ലോക്ക് പൾസുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് LED മാറും. മാക്സിമം നമുക്ക് 11111111 FF വരെ മാത്രമേ നൽകാൻ കഴിയൂ. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് എക്സ്റ്റേണൽ ഇവന്റുകൾ കൗണ്ട് ചെയ്യുന്നതിനുള്ള കൗണ്ടറായി ടൈമർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ, 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് എക്സ്റ്റേണൽ ഇവന്റുകൾ കൗണ്ട് ചെയ്യുന്നതിനായുള്ള ഒരു കൗണ്ടറായി ടൈമർ ഡിസൈൻ ചെയ്യാൻ. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.